എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ ഗോതമ്പ് പൊടി ഉപയോഗിച്ചുകൊണ്ട് ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണ് തയ്യാറാക്കാൻ പോകുന്നത്. ഇതിന് സെപ്പറേറ്റ് കറിയുടെ ഒന്നും ആവശ്യമില്ല, എന്നാൽ നല്ല ടേസ്റ്റിയുമാണ്. ഇത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും ഈവനിങ് സ്നാക്സും ഒക്കെ ആയിട്ട് നമുക്ക് പ്രിപ്പയർ ചെയ്യാവുന്നതാണ്. ഇതെങ്ങനെയാണ് ചെയ്തെടുക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. അതിനായിട്ട് ഞാൻ ആവശ്യത്തിന് ഗോതമ്പ് പൊടി എടുക്കുവാണ്. ഇവിടെ ഞാൻ എടുത്തിരിക്കുന്നത് 3 ചെറിയ ഗ്ലാസ് ഗോതമ്പ് പൊടിയാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്തിട്ടുണ്ട്. അതിനുശേഷം ഇത് ചപ്പാത്തി എല്ലാം കുഴച്ചെടുക്കുന്നത് പോലെ ആ ഒരു രീതിയിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഞാനതൊന്ന് കുഴച്ചെടുക്കുകയാണ്. ഒത്തിരി വെള്ളം കൂടി പോകാതെ വളരെ കുറച്ച് വെള്ളം ഒഴിച്ച് പതുക്കെ അത് സാവധാനത്തിൽ കുഴച്ചെടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ ഒരു രീതിയിലാക്കിയതിന് ശേഷം വേണം നമ്മളത് ചെറിയ ഉരുളകളാക്കാനായിട്ട്. അതിനുശേഷം നമ്മൾ അതിൽ നിന്ന് ചെറിയ ഉരുളകളായിട്ട് അതൊന്ന് ഉരുട്ടിയെടുക്കണം. തീരെ ചെറുതാക്കാതെ, എന്നാൽ ഒത്തിരി വലുതാകണ്ട. കടല ആ ഒരു സൈസിനേക്കാളും കുറച്ച് വലുതാക്കിയിട്ട് വേണം നമ്മളത് ചെയ്തെടുക്കാനായിട്ട്. ഗോതമ്പ് പൊടി ആയതുകൊണ്ട് തന്നെ അത് വെന്ത് കിട്ടാനായിട്ട് നമ്മൾ ഈ ഒരു രീതിയിൽ ചെയ്തെടുത്താൽ മാത്രമേ പറ്റുള്ളൂ. നമ്മൾ ഈ ഒരു ഉരുളകളായിട്ട് ഇടുന്ന പാത്രത്തിലും കുറച്ച് ഗോതമ്പ് പൊടി ഒന്ന് ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ മീതയായിട്ട് വേണം നമ്മളിത് ഇട്ട് കൊടുക്കാൻ. ഇത് പരസ്പരം ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ചെയ്തു കൊടുക്കുന്നത്. അതിനുശേഷം ഞാൻ ചെറിയ ചുവന്നുള്ളി 3 എടുത്തിട്ടുണ്ട്. അതുപോലെ 2 വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. അതുപോലെ ചെറിയ കഷ്ണം ഇഞ്ചി, ഇതെല്ലാം നമ്മൾ അരിഞ്ഞെടുക്കണം. അതുപോലെ ഒരു മീഡിയം സൈസ് സവാള എടുത്തിട്ടുണ്ട്. ഇതെല്ലാം അരിഞ്ഞു വയ്ക്കുക. 2 തണ്ട് കറിവേപ്പില, പിന്നെ കുറച്ച് തേങ്ങാ കൊത്തുകളും എടുത്ത് വെച്ചിട്ടുണ്ട്. അതിനുശേഷം നമ്മളൊരു പാത്രം ചൂടാക്കുവാണ്. അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു. വെളിച്ചെണ്ണ ചൂടായതിന് ശേഷം കടുക് ഇടുവാണ്. കടുക് പൊട്ടുന്ന ആ ഒരു സമയത്ത് നമുക്ക് ചുവന്നുള്ളി ചേർത്ത് കൊടുക്കാം. ആ ഒരു സമയത്ത് നമുക്ക് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. അങ്ങനെ ഓരോ ഇൻഗ്രീഡിയൻസ് ആയിട്ട് നമ്മൾ ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കുകയാണ്. ഇഞ്ചി അരിഞ്ഞു വെച്ചിട്ടുണ്ട്, അത് ചേർത്ത് കൊടുക്കണം. അതിലേക്ക് നമ്മൾ 2 തണ്ട് കറിവേപ്പില കൂടി ചേർക്കുന്നുണ്ട്. നല്ലോണം ഒന്ന് നമുക്ക് ഇളക്കി യോജിപ്പിക്കാം. ആ ഒരു സമയത്ത് നമുക്കതിലേക്ക് സവാള കൂടി ചേർത്ത് കൊടുക്കാം. ഈ ഒരു സമയത്ത് ഞാൻ അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. സവാള വേഗം വഴന്നു കിട്ടാനാണ്. നല്ലോണം ഇതൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ആ ഒരു സമയത്ത് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങാക്കൊത്ത് കൂടി അതിലേക്ക് ആഡ് ചെയ്യുവാണ്. അതിനുശേഷം അത് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്കതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഒരു ടീസ്പൂൺ മുളക് പൊടി കൂടി ചേർത്തിട്ടുണ്ട്. വേറെ കറിയൊന്നും നമ്മൾ റെഡിയാക്കാത്തത് കൊണ്ട് തന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള എരിവും ചേർക്കേണ്ടതുണ്ട്. 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുവാണ്. അതിനുശേഷം ഇത് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കാം. അതിൻ്റെ ആ ഒരു പച്ച മണം മാറുന്നത് വരെ ഇളക്കാം. ഇനി ഈ ഒരു സമയത്ത് നമുക്കതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിക്കാം. വെള്ളം ഒഴിക്കേണ്ടത് നമ്മൾ ഇതിലേക്കാണല്ലോ ഉരുളകളായിട്ട് വെച്ചിരിക്കുന്ന ആ ഒരു ഇത് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് വെന്ത് കിട്ടാനായിട്ട് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിക്കണം. നമ്മുടെ ആ ഗോതമ്പ് ഉരുളകൾ ഇതിൽ മുങ്ങിക്കടക്കാൻ പാകത്തിനുള്ള വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുക്കണം. ഇതൊന്ന് അടച്ചു വയ്ക്കാം. അതൊന്ന് വെട്ടി തിളച്ച് വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഈ ഒരു സമയത്ത് മാത്രം നമ്മുടെ ഉരുളകൾ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇത് ഒരുമിച്ച് ഇടാതിരിക്കുന്നതായിരിക്കും നല്ലത്. ഒറ്റയടിക്ക് ഇട്ട് കഴിഞ്ഞാൽ പരസ്പരം ഒട്ടിപ്പിടിക്കാനായിട്ട് ചാൻസ് ഉണ്ട്. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കുക, വെള്ളം നല്ലോണം തിളച്ചതിന് ശേഷം മാത്രം ഇടുക, അല്ലെങ്കിൽ ഇത് ഒട്ടിപ്പിടിക്കാൻ സാധ്യതയുണ്ട്.
ഈ ഒരു രീതിയിൽ വേണം നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കാനായിട്ട്. ഈ ഇത്രയും ഉരുളകൾ മുങ്ങിക്കിടക്കാൻ പാകത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കണം. അതിനുശേഷം നമുക്കിത് അടച്ചു വെക്കാം. കുറച്ച് നേരം കഴിയുമ്പോൾ നമ്മളതൊന്ന് തുറന്ന് നോക്കുക. ആ ഒരു സമയത്ത് നല്ലോണം അതൊന്ന് തിളയ്ക്കുന്നുണ്ടാവും. ഈ ഒരു സ്റ്റേജിൽ നമുക്കിത് പതുക്കെ ഒന്ന് ഇളക്കി കൊടുക്കാവുന്നതാണ്. ഇപ്പം നമുക്ക് ഇപ്പോൾ ഈ ഒരു സമയത്ത് നോക്കിയാൽ കാണാം, തിളച്ച വെള്ളത്തിലേക്ക് ഇതിട്ട് കൊടുത്തത് കൊണ്ട് തന്നെ ഇതൊന്നും അങ്ങനെ ഒട്ടാതെ വളരെ സെപ്പറേറ്റ് ആയിട്ട് തന്നെയാണ് ഓരോ ഉരുളകളും കിടക്കുന്നത്. അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ ഇതൊന്ന് പതുക്കെ പതുക്കെ ഇളക്കി കൊടുക്കാവുന്നതാണ്. കുറച്ച് ടൈം എടുത്താലും നമുക്ക് ഗോതമ്പ് പൊടി കൊണ്ട് വളരെ വെറൈറ്റി ആയിട്ട് ചെയ്തെടുക്കാവുന്ന ഒരു നല്ല ബ്രേക്ക്ഫാസ്റ്റാണിത്. ഇപ്പോഴും നമ്മൾ ചപ്പാത്തി, പുട്ടെല്ലാം ഗോതമ്പ് പൊടി കൊണ്ട് തയ്യാറാക്കാറുണ്ട്. എന്നാൽ ഈ ഒരു രീതിയിൽ ചെയ്തെടുക്കുവാണെങ്കിൽ നല്ല വെറൈറ്റി ആയിരിക്കും, നല്ല ടേസ്റ്റി ആയിരിക്കും. ഏതായാലും നല്ലോണം തിളച്ച് വരുന്നുണ്ട്. ആ വെള്ളം ശരിക്കും വറ്റി തുടങ്ങി. വെള്ളമെല്ലാം വറ്റിക്കഴിയുമ്പോൾ നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാവുന്നതാണ്. തേങ്ങാക്കൊത്തൊക്കെ ഇട്ടത് കൊണ്ട് തന്നെ നല്ല ടേസ്റ്റി ആയിരിക്കും. ഈ ഒരു ടൈമിൽ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാവുന്നതാണ്. ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാം. നല്ല ടേസ്റ്റിയാണ്. സെപ്പറേറ്റ് കറിയൊന്നും ഇല്ലാതെ തന്നെ നല്ല കുറച്ച് ടൈം എടുത്താലും എന്നാൽ നല്ല രീതിയിൽ ടേസ്റ്റി ആയിട്ട് നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റം ആണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി.